കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ സിനിമകൾക്കും ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സിനിമകൾ വലിയ തോതിൽ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് വയലൻസിന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമകളെ സംബന്ധിച്ച് ഗൌരവപൂർവമായ ഒരു വിലയിരുത്തലും നിയന്ത്രണവും അനിവാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിലൊരു പ്രധാന പ്രശ്നം നമ്മളെ അടുത്ത കാലത്ത് ഉണ്ടായ കുറച്ച് ചലച്ചിത്രങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. അതിൻ്റെ പേരൊന്നും പറഞ്ഞ് അവയെ വീണ്ടും മഹത്വവൽക്കരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇതിൽ സംഭവിക്കുന്നത് പല ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങളിലും ഉള്ളത്. ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല, കേരളത്തിൽ ഒരു കൊച്ചു കുട്ടിയുടെ തല ഗ്യാസ് കുറ്റി കൊണ്ട് ഇടിച്ച് ചതയ്ക്കുന്ന ഒരു ക്രൈം കേരളത്തിൽ ഉണ്ടായതായി എനിക്കറിയില്ല. ആർക്കെങ്കിലും അത് അറിയാവുന്നവരുണ്ടെങ്കിൽ തിരുത്താം. അതുപോലെ തന്നെ ഒരു പൂർണ്ണ ഗർഭിണിയായ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീയുടെ വായിലേക്ക് ഒരു കത്തി കുത്തി ഇറക്കുന്നതും ഭ്രൂണത്തെ പുറത്തെടുക്കുന്നതുകൊണ്ടും അല്ലെ, പണ്ട് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിത എങ്ങാനുണ്ട്, അതുകൊണ്ട് അരിശം തീരാത്തവനെ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ എഡിറ്റർ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടത്, അദ്ദേഹം വന്നിരുന്നൊരു ചെറുപുഞ്ചിരിയോട് കൂടി പറയുകയാണ് ഇതിനേക്കാൾ വയലൻസ് ഒക്കെ അതിലുണ്ടായിരുന്നു, അതായത് തലച്ചോറൊക്കെ പുറത്തെടുത്ത ദൃശ്യങ്ങളുണ്ട്, ഞങ്ങൾ അതൊക്കെ അങ്ങ് എഡിറ്റ് ചെയ്യുകയായിരുന്നു. ആരാണ് കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്? ആരാണ് ആ ആശയം ഇവിടെ പ്രചരിപ്പിക്കുന്നത്? ആർക്കാണ് കുടുംബം തകർന്നു കാണാൻ ആഗ്രഹമുള്ളത് എന്ന ചോദ്യത്തിന് ഞങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വിശാലമായ സ്ക്രീനിൽ നിങ്ങൾ ഒന്നാമത്തെ ക്ലിപ്പിലൂടെ നിങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കുന്നത്. നമുക്കൊരു സംസാരത്തിലേക്ക് കടന്നു പോകാം. പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത്. കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശം സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല. ഇതാരാണ് എന്നറിയാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവും. മെഗാസ്റ്റാർ മമ്മൂട്ടി അറിയാത്ത ആരും കേരളക്കരയിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹത്തെ വെച്ച് സിനിമയെടുത്തു. കാതൽ എന്ന് പറയുന്ന സിനിമ. ആ സിനിമ സംവിധാനം ചെയ്തത് ജിയോ ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ സിനിമ കേരളക്കരയിൽ എന്ത് പ്രതിഫലനമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാര്യബോധമുള്ള, പക്വതയുള്ള, കാര്യങ്ങളെ വിലയിരുത്തുന്ന, അവധാനതയോടെ വിഷയങ്ങളെ നോക്കിക്കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. നമ്മുടെ നാട്ടിൽ മദ്യഷാപ്പുകളുണ്ട്. അതൊരു ദുഷിച്ച ഇടമാണ് എന്ന് ഇദ്ദേഹത്തിന്, ഈ സംവിധായകന് തോന്നുന്നില്ല. ആയിരക്കണക്കിന് വേശ്യാലയങ്ങളുള്ള ഒരു രാജ്യത്ത് അത് ദുഷിച്ച ഒരു ഇടമായി അദ്ദേഹത്തിന് തോന്നുന്നില്ല. കൊട്ടേഷൻ പാർട്ടികൾ അരങ്ങ് തകർക്കുന്നത് ഒരു ദുഷിച്ച കാര്യമായി അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അതുപോലെ മാഫിയ സംഘങ്ങൾ അരങ്ങ് തകർക്കുന്ന ഒരു രാജ്യത്ത് അത് മോശമായി അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. ഗാന്ധിജിയെ പോലെയുള്ള, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള, മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള, മൗലാന അലി സഹോദരന്മാരെ പോലെയുള്ള ലോകം കണ്ട മഹാ ആളുകളെ നിർമ്മിച്ചെടുത്ത കുടുംബ സംവിധാനം ഏറ്റവും ചീപ്പായി കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കേരളത്തിലെ കലാകാരന്മാരെ നിർമ്മിക്കുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന സിനിമ എന്ന് പറയുന്ന അത് സംവിധാനം ചെയ്യുന്ന ജിയോ ബേബിക്ക് സുന്ദരമായ ഒരു ഭവനത്തെയും ആ ഭവനത്തിലെ അച്ഛനെയും അമ്മയെയും അവിടെ അച്ഛന്റെ അമ്മയുടെ ശിക്ഷണത്തിൽ വളർന്ന മകനെയും ആ അച്ഛന്റെ സംരക്ഷണത്തിൽ വളർന്ന മകളെയും കാണുമ്പോൾ അതൊരു ദുഷിച്ച ഇടമായി തോന്നുന്നുവെങ്കിൽ നാം ഉറക്കെ പറയുന്നു, ദുഷിച്ചത് വീടല്ല, അങ്ങയുടെ ഹൃദയവും മനസ്സും മനസാക്ഷിയുമാണ് എന്നാണ് ഈ സമ്മേളനം ഇവിടെ പ്രഖ്യാപിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു സംസാരം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളാണ്, അദ്ദേഹത്തിന്റെ സ്വതന്ത്ര സംസാരങ്ങളാണ്, അദ്ദേഹത്തിന്റെ ചില വേദികളിലെ സംസാരങ്ങളാണ്. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ക്ലിപ്പിലൂടെ നാം കേൾക്കുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു വാചകമാണ്. നിങ്ങളൊന്ന് കേട്ടോളൂ. ഞാൻ വിചാരിക്കുന്നത് ഈ സിനിമ കൊണ്ട് ഒരു 10 ഡൈവേഴ്സിലും കൂടുതൽ നടന്നാൽ ഞാൻ അതിൽ അത്രയും സന്തോഷിക്കും. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ജിയോ ബേബി എന്ന കാതൽ സിനിമ സംവിധാനം ചെയ്ത മനുഷ്യൻ പറയുന്നത്, എന്റെ സിനിമ കണ്ടിട്ട് നമ്മളിവിടെ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ സ്കൂളിൽ വന്ന കുട്ടി നശിച്ചു കാണുന്നത് എനിക്ക് സന്തോഷമാണെന്ന് പറയുന്ന ഒരു അധ്യാപകന് നിങ്ങൾ സങ്കല്പിക്കൂ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇന്ന സംവിധാനത്തിലൂടെ ഈ നാട് നശിച്ചു കാണണമെന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്റെ സിനിമ കണ്ടിട്ട് അച്ഛനും അമ്മയുമായി സുന്ദരമായി ജീവിച്ച പിതാ രക്ഷിതി കൗമാരെ ഭർത്രോ രക്ഷിതി യൗവനെ പുത്രോ രക്ഷിതി വാർദ്ധക്യേ എന്ന് പഠിപ്പിച്ച ചില മൂല്യങ്ങളെ നശിപ്പിച്ച് കുടുംബം തകർന്ന് ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന തന്തയില്ലാത്ത അമേരിക്ക എന്ന പുസ്തകമാണല്ലോ അമേരിക്കയുടെ കവലകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ചില ഗ്രന്ഥങ്ങൾ. അതുപോലെ ഈ നാടാകണമെന്ന് ആഗ്രഹിച്ച ഒരു സിനിമാ സംവിധായകനെ കേരളത്തിലെ ഉത്ബുദ്ധ ജനതയ്ക്ക് ആവശ്യമുണ്ടോ എന്ന ചിന്ത സമ്മാനിക്കാനും കൂടിയാണ് ഈ മഹാസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. എന്തുകൊണ്ടാണ് ഫാമിലി കോൺഫറൻസ് എന്നതിന് വളരെ ശ്രദ്ധേയമായ ഒരു ക്ലിപ്പിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എന്താണെന്ന് വിചാരിച്ചാൽ, മാതാപിതാക്കളെ
അവഗണിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറ ഇവിടെ ജനിച്ചു വളരുന്നുണ്ട്. മാതാപിതാക്കളെ അവഗണിക്കുക, മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കുക. ജന്മം നൽകിയ അച്ഛനും അമ്മയും ഒരു കോഴിമുട്ട വിരിഞ്ഞ് ആ കോഴിമുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ആ കോഴിക്കുഞ്ഞിന് മുട്ടത്തോടിനോട് വല്ല ബന്ധവും ഉണ്ടാകുമോ എന്ന് ചോദിച്ചത് ലോകം കണ്ട ചിന്തകനായ കാർൽ മാർക്സ് ആണ്. നോക്കൂ നിങ്ങൾ, ഹെഗലിയൻ സിദ്ധാന്തത്തിന്റെ പ്രചാരകനാണ് ഈ സിനിമാ സംവിധായകൻ എന്ന കാര്യവും നമ്മൾ അറിയണം. ആരാണ് അച്ഛൻ, ആരാണ്? നോക്കൂ, ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ പും എന്ന നരകത്തിൽ നിന്ന് അച്ഛനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ എന്ന അർത്ഥത്തിൽ പറയപ്പെടുന്നത്. പിതാ രക്ഷിതി കൗമാരെ ഭർത്രോ രക്ഷിതി യൗവനെ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സ്തവരേ പുത്ര നസ്ത്രീ സ്വാതന്ത്ര്യമർഹിതി എന്ന് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചില ആശയങ്ങളോട് ദൈവിക പ്രമാണങ്ങൾ വിയോജിക്കുന്നുണ്ടെങ്കിലും അച്ഛനെ ആദരിക്കുന്ന, അമ്മയെ ആദരിക്കുന്ന, അച്ഛനമ്മമാരുടെ ലാളനയിൽ വളരുന്ന ഒരു പുതിയ തലമുറ അതില്ലാതാകണമെന്നാണ് ഇവിടെ ആളുകൾ വിചാരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 9ാമത്തെ ക്ലിപ്പിലൂടെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് ഈ മേഖലയിലാണ്. എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ് എന്നതിനുള്ള അടുത്ത ഞങ്ങളുടെ ഉത്തരമാണ്. നിങ്ങളൊന്ന് കേൾക്കുക 9ാമത്തെ ക്ലിപ്പിലൂടെ. മക്കളുണ്ടാകുന്നത് അമ്മയച്ഛനെ നോക്കാനാണെന്ന് പറഞ്ഞ് പഴയകാല വിവരക്കേടിനകത്തു നിന്നാണ് ഈ മക്കള് കളഞ്ഞേച്ചു പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ഈ ആൾ ആരാണ്? എല്ലാരും മൈത്രേയൻ എന്നേ കേട്ടിട്ടുള്ളൂ. മൈത്രേയൻ ഒരു സന്യാസിയായിരുന്നു, ഇപ്പോൾ ഒരു സമ്പൂർണ്ണ തോന്നിയാസിയാണ്. മൈത്രേയൻ ആരുടെ കൂടെയായിരുന്നു? ആ മഹാവ്യക്തിത്വം കേരള ജനത ആദരിച്ച ആളാണ് ഗുരു നിത്യചൈതന്യയതി. അദ്ദേഹത്തിന്റെ കൂടെ വേദി പങ്കിടാനും അദ്ദേഹത്തിന്റെ കൂടെ യാത്ര പോകാനും അവരുടെ ഊട്ടിയിലെ ആശ്രമം സന്ദർശിക്കാനും എനിക്ക് അവസരമുണ്ടായതുകൊണ്ട് ഗുരു നിത്യചൈതന്യതയുടെ കൂടെ 5 പ്രഗത്ഭ സന്യാസിമാരിൽ ഒരാളായിരുന്നു മൈത്രേയൻ എന്ന് പറയുന്ന സന്യാസി. സന്യാസത്തിന്റെ ആത്മീയതയുടെ ലോകത്തു നിന്നും ലിബറലുകളുടെ ലോകത്തേക്ക് ഈ സന്യാസി മാറിയപ്പോൾ സമ്പൂർണ്ണ തോന്നിയാസിയായി മാറിയ ഒരു കാഴ്ചയാണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ എന്ന ഖുർആനിക വചനം. ഖുൽ തആലു അത്ലു മാ ഹറമ റബ്ബുക്കും അല്ലാ തുശ്രികു ബില്ലാഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വഅബ്ദുല്ലാഹ വബിൽ വാലിദൈനി ഇഹ്സാനാ വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫീ ആമൈൻ എന്ന ദൈവിക ഗ്രന്ഥം പറഞ്ഞെടുത്ത് 17 അധ്യായം 23-24 വചനം, 4 അധ്യായം 36 വചനം, 6 അധ്യായം 151 വചനം, 2 അധ്യായം 83 വചനം, 31 അധ്യായം 13 വചനം. മാതാപിതാക്കൾ ആരാണ്? അവർ വാർദ്ധക്യത്തിലെത്തുമ്പോൾ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തണേ മക്കളെ എന്ന് പഠിപ്പിച്ചതുകൊണ്ട് ലോകത്തെ ബുദ്ധസദനങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ? ആ ബുദ്ധസദനങ്ങളിൽ ഏറ്റവും കുറവുള്ള ജനത മുസ്ലിംകളാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപമെന്നും മാതാവിന്റെ കാലടിയിലാണ് സ്വർഗമെന്നും വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കടമപ്പെട്ടത് ആരോടാണ് എന്ന പ്രവാചക ശിഷ്യന്റെ ചോദ്യത്തിന് സുമ്മമൻ 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 എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോഴും ഉമ്മുക്ക 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 എന്ന് പഠിപ്പിക്കപ്പെടുകയായിരുന്നു. സഹോദര, മാതാവിന്റെ പ്രാധാന്യം അതായിരുന്നു. കഞ്ചാവടിച്ച്, അതുപോലെ ഇവിടെയുള്ള പെത്തടിനടിച്ച്, സിന്തറ്റിക് ലഹരികൾ അടിച്ച് സ്വന്തം മാതാവിനെ, 10 മാസം നൊന്ത് പ്രസവിച്ച മാതാവിനെ, 2 കൊല്ലം പാലൂട്ടിയ മാതാവിനെ, സ്വന്തം വിവാഹത്തിന് വേണ്ടി മഹർ പോലും സംഘടിപ്പിച്ചു വെച്ച മാതാവിനെ, വീട് വീടാന്തരം കയറി അധ്വാനിച്ച് തൊഴിലെടുത്ത മാതാവിനെ കടാര കൊണ്ട് കത്തികൊണ്ട് വെട്ടിനുറുക്കുന്ന താമരശ്ശേരിയിലെ സംഭവം, കട്ടപ്പനയിൽ അമ്മയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത മകന്റെ കഥകൾ, ഇക്കഴിഞ്ഞ 3 മാസം കേരളത്തിന്റെ സാംസ്കാരിക തലങ്ങളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് കടന്നുപോയ കൊലപാതകങ്ങൾ. ഈ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? കഞ്ചാവിന്റെ ഉപയോഗം കൊണ്ടാണ്. ആർണോൾഡ് ടോയംബിയുടെ ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥം ലഹരിയെ കുറിച്ച് പ്രസംഗിക്കുകയും ലഹരി മുക്തമായ ലോകത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ചരിത്രത്തെ നിലജീവിച്ച ആ പ്രവാചകനെ പോലെ വിജയം കണ്ടെത്തിയ വേറൊരു ജനപദവും ഒരു ജനനായകനും ഒരു മാതൃകാ യോഗ്യനും ഒരു വചനസാഗരത്തിന്റെ ചക്രവർത്തിയും ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല. 13 കൊല്ലക്കാലം
ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും മരണാനന്തരം ആരംഭിക്കുന്ന നിതാന്തമായ ജീവിതത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും അവിടെ യൗവനം ബോധിപ്പിക്കേണ്ടി വരുമെന്നും നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ വരദാനമാണെന്നും അത് നശിപ്പിക്കരുതെന്നും ലോകത്തെ പഠിപ്പിക്കുക വഴി ഇസ്ലാം നേടിയ ജൈത്രയാത്ര, അതെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടിവാതിക്കൽ വരെ എത്തുനോക്കിയ ഈ മഹാദർശനം ഇന്ന് മാനവരാശിയുടെ നിലമ്പൂരിൽ ആരംഭിച്ച് അങ്ങ് മഞ്ചേരിയുടെ മലപ്പുറത്തിന്റെ ഈസ്റ്റിലും വെസ്റ്റിലും കോഴിക്കോടിന്റെ നോർത്തിലും സൗത്തിലും അതുപോലെ കാസർഗോഡിന്റെ മണ്ണിലും അതാ ഏപ്രിൽ 20 അങ്ങ് മംഗലാപുരത്തും കഴിഞ്ഞ 60 നാടുകളിലും ഈ മഹാ സിദ്ധാന്തം, ഈ ആദർശം എന്തിനാണെന്നല്ലേ നിങ്ങളുടെ ചോദ്യം? ഭാര്യ ഭർത്താവിന് വില കൽപ്പിക്കാത്ത കാലം, ഭർത്താവിനെ വഞ്ചിക്കുന്ന കാലം, അവിഹിതം ഒരു സ്പേഷനായി മാറിയ, അവിഹിതം ന്യൂജന്റെ ട്രെൻഡായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഈ മഹാസമ്മേളനം അരങ്ങേറുന്നത്. 4 അക്ക ശമ്പളം ലഭിച്ചാൽ പിന്നെ ആണിന് ആവശ്യമില്ലെന്നും സ്ത്രീകൾ ധരിക്കുന്ന കാലം. സഹോദരങ്ങളെ, ദേശാഭിമാനി ഈ 2025 ദേശാഭിമാനി വീക്കിലി ജാനുവരി 12 ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ തലക്കെട്ട് അത് എഴുതിയത് തനുജ ഭട്ടതിരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. സഹോദരങ്ങളെ, ഇനി നാം വീടുകൾക്ക് തീ കൊളുത്തുക എന്നാണ് ആ ലേഖനത്തിന്റെ തലക്കെട്ട്. പെൺകുട്ടികൾക്ക് വീട് വേണ്ട, ഭർതൃഗൃഹത്തിൽ പോകാൻ അവർ തയ്യാറില്ല. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായി, അവർക്ക് വിദ്യാഭ്യാസമുണ്ടായി, അവർ പുരുഷനെ അനുസരിക്കാത്തവരാകണം. അതാണ് വിദ്യാഭ്യാസത്തിന്റെ മെച്ചമെന്ന് പാഠ്യപദ്ധതികളോട് പഠിപ്പിക്കുന്നതിനെ ധർമ്മസമരത്തിന്റെ പാതയായിട്ടാണ് നമ്മൾ കാണുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. 18 അധ്യായമുള്ള ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം 7-8 ശ്ലോകമാണ്. ധർമ്മമാണ് സ്ഥാപിക്കപ്പെടേണ്ടത്. പ്രവാചക തിരുമേനി പറഞ്ഞ ഒരു വാചകം, അന്നബി സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ റഅ മിൻകും മുൻകറാ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനി ഫഇൻ ലം യസ്തതി ഫബിഖൽബി വദലിക അദ്അഫുൽ ഈമാൻ. ഒരു തെറ്റ് കണ്ടാൽ അധികാരമുള്ളവർ കൈകൊണ്ട് തടുക്കേണ്ടവർ ആ തെറ്റ് തടുക്കേണ്ടതാണ്. അതിന് സാധ്യമല്ലാത്തവർ നാവ് കൊണ്ട് ഉപദേശിക്കേണ്ടതാണ്. അതിനും സാധ്യമല്ലാത്തവർ ഹൃദയം കൊണ്ട് വെറുക്കേണ്ടതാണ്. ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്ന ക്ലിപ്പ് നിങ്ങൾ സാഗൂതം ശ്രദ്ധിച്ചു കേൾക്കുക. അവിഹിത ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്തെക്കുറിച്ചും ഭാര്യ ഉണ്ടായിരിക്കെ, ഭാര്യ കിടപ്പറയിൽ ഉണ്ടായിരിക്കെ അവിഹിത ബന്ധം പുലർത്തൽ മെച്ചപ്പെട്ട ഏർപ്പാടായി കാണുകയും ഭാര്യയെ ദുഷിച്ചു പറയുകയും ചെയ്യുന്ന ജിയോ ബേബി എന്ന കാതൽ സംവിധായകനെ നമ്മൾ വീണ്ടും സ്ക്രീനിൽ കൊണ്ടുവരികയാണ്. കാരണം സിനിമ എല്ലുകളിൽ പിടിക്കുന്ന ഒരു കാലത്ത്, സിനിമാ നടന്മാരെ സെലിബ്രിറ്റികളായി കൊണ്ടുനടക്കുന്ന കാലത്ത്, ശരീരത്തിന്റെ വിപണനമാണ് സംസ്കാരം എന്ന് വിളിക്കുന്ന ലോകത്ത്, പെണ്ണിന്റെ അംഗങ്ങൾക്കാണ്, അവയവങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് പറയുന്ന ലോകത്ത് വിദ്യാഭ്യാസ സാംസ്കാരിക കോൺട്രിബ്യൂഷൻ നൽകുന്നതിന് പകരം ശരീരമാണ് വിൽക്കപ്പെടേണ്ടത് എന്ന് വിശ്വസിക്കുന്ന വൃത്തികേടിന്റെ ലോകത്ത് സത്യം സത്യമായി പറയാൻ, തുറന്നു പറയാൻ, ധർമ്മബോധം പറയാൻ, ഈ കപ്പൽ മുങ്ങിപ്പോകാതിരിക്കാൻ, ഇവിടെ കുടുംബ സംവിധാനം നിലനിൽക്കാനാണ് ഈ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കുന്നതും എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ് എന്നതിന്റെ ഞങ്ങളുടെ ഉത്തരവും. നിങ്ങൾ 2-ാമത്തെ ക്ലിപ്പ് കേട്ടു നോക്കിക്കേ. ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു സംഗതി, ഞാൻ ഒരാളെ കൊന്നു എന്ന് വന്ന് എൻ്റെ പാർട്ണറുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ണർ പറയായിരിക്കും, സാരമില്ല, നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഇതേ പാർട്ണറുടെ അടുത്ത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേ പാർട്ണർ ചിലപ്പോൾ നമ്മളെ കൊല്ലും. ഈ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? ഭാര്യയോട് ഞാനൊരാളെ കൊന്നു വന്നു എന്ന് പറഞ്ഞാൽ ഭാര്യക്ക് അതൊരു വലിയ വിഷയമല്ല. ഞാൻ വേറൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തി എന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അവൾ വെട്ടുകത്തി എടുത്ത് വെട്ടുന്ന ലോകം. അപ്പൊ ഈ ജിയോ ബേബി സംവിധാനം ചെയ്യുന്ന അതേ ആഗ്രഹിക്കുന്ന എന്ത് ലോകമാണ്? അവിഹിത ബന്ധങ്ങളുള്ള, കുടുംബത്തിൽ ശൈഥില്യമുള്ള. ഇവിടത്തെ ഒരു പ്രശ്നമുണ്ട്. കുടുംബം എന്ന സംവിധാനം മാറ്റിവെച്ചാൽ പോലും സഹോദരൻ, മനസ്സെന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ലേ? മനസ്സിന്റെ വിചാരങ്ങൾ, വികാരങ്ങൾ, ദുഃഖങ്ങൾ, തന്റെ ഭർത്താവ് വഞ്ചിച്ചു എന്നറിയുമ്പോ, തന്റെ ഭാര്യ വഞ്ചിച്ചു എന്നറിയുമ്പോ ആ മാനസികാവസ്ഥയെ, സംഘർഷം നിലനിൽക്കുന്ന അവസ്ഥയിൽ വിദ്യാഭ്യാസം ഉണ്ടാകുമോ? ഉന്നത വിജയങ്ങൾ ഉണ്ടാകുമോ? ലോകത്തെ നയിക്കാൻ പ്രാപ്തിയുള്ളവരുണ്ടാകുമോ? കഞ്ചാവടിച്ച ലോകം നന്നാകുമോ? ഗാന്ധിജി കഞ്ചാവടിച്ചിരുന്നുവെങ്കിൽ, നെഹ്റു കഞ്ചാവടിച്ചിരുന്നുവെങ്കിൽ, വല്ലഭായ് പട്ടേൽ കഞ്ചാവടിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്ത് കൃത്യമായ ഒരു കാഴ്ചപ്പാടും സൂര്യൻ സ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ
മേൽക്കോയ്മക്കെതിരെ ശബ്ദിക്കാൻ പറ്റിയ ഒരു യുവത്വം ഉണ്ടാകുമായിരുന്നോ? ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കുന്ന യൗവനം ഉണ്ടാകുമായിരുന്നോ? ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാകുമായിരുന്നോ? ഒന്നാം ലോകവും രണ്ടാം ലോകവും യുദ്ധം നടക്കുമ്പോൾ ഒരു യൗവനം നഷ്ടപ്പെട്ടു പോയാൽ ധാർമ്മികമായ മുന്നേറ്റമാണെങ്കിൽ അതിനിവിടെ കരുത്തുറ്റ യൗവനം ഉണ്ടാകുമോ? എന്തുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ, ഓരോ രാജ്യത്തിന്റെ ബോർഡറിലും പട്ടാളക്കാരൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്നത് പോലെയാണ് ഇതിന്റെ നേതൃത്വം എന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ആരുടെ കീഴിലാണ് ഞങ്ങൾ അണിനിരന്നത് എന്നതിലും ഞങ്ങൾ മഹാസന്തുഷ്ടരാണ്. സഹോദരാ, എന്തുകൊണ്ട് ഞങ്ങളുടെ 10ാമത്തെ ക്ലിപ്പിംഗ് ഞങ്ങളുടെ ഓർഡർ പ്രകാരമല്ല ഞങ്ങളിത് പറയുന്നത്, മറിച്ച് ഞങ്ങളുടെ 10ാമത്തെ ക്ലിപ്പിംഗ് നിങ്ങളൊന്ന് മനസ്സിരുത്തി ശാന്തമായി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. എന്ത് കുഴപ്പമാണ്? വെറുതെ നമ്മൾ നോക്കി അതിന്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവന്മാരാണ് ഇത് ആരംഭിച്ചത്. അവിടെ പകുതിയധികം സ്റ്റേറ്റുകൾ ഇന്ന് ഇത് വിൽക്കാൻ പറ്റും. കേക്ക് കഴിക്കും, സകലതാനും റിക്രിയേഷനായിട്ട് ഇത് കൊടുക്കുന്നിടത്തായി. ഗുരു നിത്യചൈതന്യതയുടെ കൂടെ സന്യാസിയായി ജീവിച്ചപ്പോ പറയാത്തത് ലിബറൽ ആയപ്പോ പറഞ്ഞു. ലിബറലിസത്തിന്റെ അപകടം എന്താ? ഇതാ ഈ കാണുന്ന മനുഷ്യൻ എത്ര ഫോളോവേഴ്സാണ് അയാൾക്ക്? കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് മാതാവിന്റെ തലയെറിയുന്ന മക്കളെ സൃഷ്ടിക്കുന്ന ബുദ്ധിയില്ല. ഞാൻ എന്റെ അത്ഭുതം എന്തറിയോ? ഭാഷാപരമായി ലോകത്ത് നടന്നിട്ടുള്ള പഠനങ്ങൾ, ഭാഷയുടെ തുടക്കം, ഭാഷയുടെ ഉത്ഭവം, ഭാഷയുടെ വളർച്ച, ഭാഷയുടെ സമ്മിറ്റിലേക്കുള്ള പഠനങ്ങൾ, ആ ഭാഷാശാസ്ത്രം പഠിച്ചാൽ ഖംർ എന്ന പദം ഇത്ര ആപ്റ്റായ ഫിറ്റായ ഒരു പദം ബുദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്നത്. കോവിഡ് വന്നു, ലോകത്തെ തകർത്തെറിഞ്ഞു. പക്ഷെ കോവിഡ് ഉള്ള ഒരു രോഗി അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്തവനാകുന്നില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അമ്മയാണോ പെങ്ങളാണോ എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടാൽ, സ്റ്റീഫൻ ഹോക്കിംഗ് വികലാംഗനായിരുന്നു, ലോകം കണ്ട റാബിയ വികലാംഗയായിരുന്നു, അനേക പേരങ്ങനെയുണ്ട്. പക്ഷെ അവരുടെ ബുദ്ധി പെർഫെക്റ്റ് ആയിരുന്നു, ആരോഗ്യമുണ്ട്, മസിലുണ്ട്, കരാട്ടക്കാരനാണ്, ഗുൻഫു ആണ്, ഫുട്ബോളറാണ്. പക്ഷേ തലക്ക് വെളിവില്ലാത്ത കഞ്ചാവ് അടിച്ചാൽ പിന്നെ നടക്കുന്നത് ലോകത്തെന്ത് എന്ന് ആരോടാ പറയേണ്ടത്? ഡെയിലി വരുന്ന പത്രവാർത്തകൾ, ഡെയിലി വരുന്ന ചാനലുകൾ, കാമിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നവർ തുടങ്ങി ലോകത്തെന്തെല്ലാം കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറയാൻ. ശരിക്കും കേരളത്തിൽ ഒരുപാട് നിരപരാധികൾ ജയിലിൽ കിടക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിനീതനായ മുഖ്യമന്ത്രിയോട് അറസ്റ്റ് ചെയ്യാൻ തന്റെ ഇടമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട കൂട്ടത്തിൽപ്പെട്ട ആളുകളായി. ഞാൻ ഈ കേൾപ്പിച്ച ക്ലിപ്പിന്റെ ഉടമ ഈ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഷെറ്, വിനാശകരമായ വിപത്ത്, 3.5 കോടി മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന മനുഷ്യന്മാർ. അടുത്ത ക്ലിപ്പ് നിങ്ങൾ കേട്ടോ? ഇതിലെ 11ാമത്തെ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ. നമ്മുടെ ഇന്ത്യയില് സ്ട്രോങ് ആക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു നിയമോ അത് ഞാൻ ഇപ്പൊ പറഞ്ഞു ശരിയാവോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഞ്ചാവ് ലീഗലാക്കണം, കഞ്ചാവ് ലീഗലാക്കണം, വേറൊന്നും ഞാൻ പറയണില്ല. കഞ്ചാവ് ലീഗലാക്കണം, അതന്നെ സ്മോക്ക് വീഡ് ഫ്ലൈ ഹൈ. കഞ്ചാവ് ലീഗലാണെങ്കിൽ നമുക്ക് അത് മനസ്സിലായോ? പാവം ചെറിയ മക്കളോട് ചോദിച്ചിട്ടാ നമ്മുടെ രാജ്യത്ത് തോന്നിയാസം നിയമമാക്കുന്നത്. കോടതികൾ വരെ ചെറിയ പിള്ളേര്, നമ്മുടെ ഈ സ്റ്റേജിൽ കുറച്ച് ചോക്ലേറ്റ് വെച്ചു, ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രൂട്ടും വെച്ചു എന്ന് വിചാരിച്ചോ? ചെറിയ കുട്ടികളെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നാൽ ഒരൊറ്റ കുട്ടി ഫ്രൂട്ട് തൊടൂല, എല്ലാം ചോക്ലേറ്റിന്റെ പിന്നാലെ പോവും. അതെന്താ? അവന്റെ ബുദ്ധി വികസിച്ചിട്ടില്ല. ചോക്ലേറ്റിലെ മധുരവും ചോക്ലേറ്റിന്റെ തൊണ്ടയിറങ്ങുമുള്ള സുഖവും മാത്രം അവൻ ആസ്വദിച്ചത്. ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ചോ ക്വാണ്ടിറ്റിയെ കുറിച്ചോ അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസിനെ കുറിച്ചോ ആരോഗ്യത്തെ കുറിച്ചോ അവന് ചിന്തല്ല. അങ്ങനെ അങ്ങാടി പിള്ളേരെ, ചെറിയ പിള്ളേരോട് ചോദിക്കുക, എന്നിട്ട് കുട്ടികൾ പറയാ. അതിനനുസരിച്ച് അതാണ് കേരളം എന്ന് വിലയിരുത്തുന്നവരോട്, വീക്കിലി നടത്തുന്നവരോട്, ലോകത്ത് പുരോഗതി ഉണ്ടാകണമെന്ന് പറയുന്നവരോട് പുരോഗതി ഉണ്ടാവാറില്ല. ബുദ്ധിയുള്ള മനുഷ്യന്മാരുണ്ടാക്കുന്നതാ പുരോഗതി. ബുദ്ധിയില്ലാത്തൊരു തലമുറ എന്ത് പുരോഗതി ഉണ്ടാവുക? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കേരളത്തിൽ അറിയപ്പെട്ട മഹാരാജാസ് ക്യാമ്പസ്, തിരുവനന്തപുരത്തിന്റെ യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഇവിടെ നിന്നൊക്കെ ഒരു നെഹ്റു ഉണ്ടാകുമെന്ന്, ഒരു ആസാദ് ഉണ്ടാകുമെന്ന്, ഒരു ഗലീലിയോ ഉണ്ടാകുമെന്ന്, ഒരു സർ ഐസക് ന്യൂട്ടൻ ഉണ്ടാകുമെന്ന്, ഒരു വിദ്യാഭ്യാസ വിചക്ഷൺ ഉണ്ടാകുമെന്ന്, ഒരു ഡോക്ടർ ആസാദ് ഉണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരു BR അംബേദ്കർ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നില്ല? എത്ര അപകടകരമായ. നിങ്ങൾ ചോദിക്കോ എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ്? നിങ്ങൾ ചോദിക്കോ? ബുദ്ധിയുള്ളവർ ചോദിക്കോ? അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഈ പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നത്. അടുത്തത്, ജോലിയും ശമ്പളവും തേടി നെട്ടോട്ടമോടുന്ന അച്ഛനമ്മമാർ, ഉപ്പ ഉമ്മമാർ. നഷ്ടപ്പെടുന്നത് മക്കൾക്ക് സ്നേഹമാണ്.
ഈ മക്കളുടെ വില എന്താ? അടുത്ത ക്ലിപ്പ് 4 നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അടുക്കള ജോലി എന്ന് പറഞ്ഞ പോലെ അതിന്റെ എത്രയോ ഇരട്ടി പാടുള്ള പണിയാണ് കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്നത്. ഇതെന്നാണ് ഈ പിള്ളേരെ വളർത്തുന്നതിന്റെ നമുക്ക് മോചനമുള്ളത്? കുടുംബം എന്ന് പറഞ്ഞ വ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ മക്കൾ 2 മക്കളുണ്ട്, അവരുമായിട്ട് എനിക്ക് ഇമോഷണലി ഞാൻ അറ്റാച്ച്ഡ് ആണ്. പക്ഷേ ഫിസിക്കലി എന്തോരം ജോലികൾ ഞാൻ ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഭയങ്കര സന്തോഷിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. കാരണം നമ്മൾ ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കടമാന്നൊക്കെ ഉള്ള രീതിയിലാണ്. മക്കളെ പോറ്റുന്ന എത്ര പ്രയാസാണ്. അപ്പൊ ജിയോ ബേബിനെ പോറ്റി അച്ഛനും അമ്മയോ കഴുത്തങ്ങ് ഞെരിച്ചിരുന്നെങ്കിൽ? വിവാഹം കഴിക്കാതിരിക്കലാണ് ബെറ്റർ എന്ന് പ്രസംഗിച്ച ആളുകളുണ്ട്. അത് പ്രസംഗിക്കാൻ അവരുണ്ടായത് അച്ഛനമ്മ വിവാഹം കഴിക്കാത്തോണ്ടാ. ആണ് പെണ്ണിനെയും പെണ്ണാണിനെയും പുൽകുന്ന ഒരു ലോകത്തെ, പെണ്ണിനെ ആണാണിനെ, ആദില നൂറ സംവിധാനത്തെ, ആദില നൂറ 10,000 കൊല്ലം കെട്ടിപ്പിടിച്ചാൽ, ചുംബിച്ചാൽ, കാമം തീർത്താൽ കുട്ടികൾ ഉണ്ടാവോ? LKG ഉണ്ടാവോ? UKG ഉണ്ടാവോ? മൈതാനം ഉണ്ടാവോ? രാഷ്ട്രീയം ഉണ്ടാവോ? MLA ഉണ്ടാവോ? MP ഉണ്ടാവോ? ഇതിനെയാണ് നിങ്ങൾ പുരോഗതി എന്ന് പറയുന്നത്. ഈ പുരോഗതിയെ എതിർക്കാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നിലുണ്ടാകും. നിങ്ങൾ പറയുന്ന പുരോഗതി ഒരുപിടി എയ്ഡ്സ് ഉണ്ടാകുന്ന ലോകമാണ്. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ശരിക്ക് ചിന്തിച്ചൊന്ന് കേട്ടു നോക്കിക്കേ. നമ്മുടെ സമുദായത്തിലെ പല രൂപത്തിലുള്ള സമൂഹത്തിന്റെ കടന്നുകയറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നോക്കൂ 8ാമത്തെ ക്ലിപ്പിൽ നിങ്ങൾ കാണുന്നത് അങ്ങനെ ഒരു കാര്യമാണ്. 8ാമത്തെ ക്ലിപ്പ് ഒന്ന് കളിപ്പിച്ചു കൊടുക്കൂ. ഈ സമൂഹം ബോധവാന്മാരാകണം. ആവശ്യമുണ്ട്. കാരണം വളരെ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആവശ്യമുണ്ടെന്നാണ് എന്റെ നിഗമനം. ഈ ലീഗലായിട്ട് നടക്കുന്ന കാര്യം തന്നെയല്ലേ നമ്മൾ ലീഗലൈസ് ചെയ്യാൻ പോകും. അത് ആവശ്യമുള്ള കാര്യം, അത് ഉള്ളത് നന്നായിരിക്കും. ഐ ബിലീവ് അങ്ങനെ കുറച്ച് പേരുള്ളത് കൊണ്ടാണ് ഇവിടെ കുറച്ചെങ്കിലും റേപ്പ് കേസസ് കുറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 2 ക്ലിപ്പൂടെ ഒന്നിച്ച് പറയാം. അതിൽ 7ാമത്തെ ക്ലിപ്പും 5ാമത്തെ ക്ലിപ്പും ഒന്നിച്ചിട്ട് മുന്നേ. എനിക്കൊരു ഭാര്യയെ കൂടെ കൊണ്ടുനടക്കാനോ പോറ്റാനോ ഉള്ള ഒരു ചുറ്റുപാടില്ല. ഞാനൊരു വിവാഹത്തിന് തയ്യാറല്ല. പക്ഷെ എനിക്ക് സെക്സ് ആവശ്യമായിട്ട് വരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പറയും? ശരിയാണ്, അതിന് ഒരു സാഹചര്യമില്ല. സൊല്യൂഷൻ ഫോർ ദാറ്റ്. സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ്, ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യം. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന്, ലോകം മുഴുവനും സഞ്ചരിച്ച ലേബർ ഇന്ത്യയുടെ പിറകിലെ മാസ്റ്റർ ബെയിനായ പ്ലാനിംഗ് കമ്മിറ്റിയിലെ അംഗമായ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പോയ ഒരു മാന്യദേഹം, അദ്ദേഹം പറയുന്നത് എന്താണ്? കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളുകൾ ശാരീരികമായ ദുർബലത കൊണ്ടല്ല, കുട്ടികളെ പോറ്റാനും ഭാര്യയെ പോറ്റാനും എൻഗേജ്ഡ് ആകില്ലോ, അധ്വാനിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിവാഹം കഴിക്കാത്തവരെന്ത് ചെയ്യണം? അവർക്ക് ലൈംഗിക ദാഹം തീർക്കാൻ വേശ്യാലയം തുടങ്ങണം. തായ്ലാന്റിൽ എന്താ സംഭവിക്കുന്നത്? ലോകരാജ്യങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? അമേരിക്കയിൽ എന്താ സംഭവിച്ചത്? ആരാ മോനെ നിന്റെ ഫാദർ എന്ന് ചോദിച്ചാൽ അതില്ലാത്ത, നിങ്ങൾക്കറിയുമോ അമേരിക്കയിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നടത്തിയ 45,000-ത്തിലധികം വരുന്ന ഹൈസ്കൂൾ കുട്ടികളെ കുറിച്ച് പഠിച്ചപ്പോൾ സ്വന്തമായി നിയന്ത്രിക്കാൻ അച്ഛനില്ലാത്ത, അമ്മയില്ലാത്ത, ഏത് കുടുംബത്തിലാ ജനിച്ചത് എന്നറിയാത്ത കുട്ടികൾ മോഷണക്കാരാണ്, ശല്യക്കാരാണ്, അവർ ഉപദ്രവകാരികളാണ് എന്ന പഠനങ്ങളാണ് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ അതുകൊണ്ട് വേശ്യാലയം ഉണ്ടാവണം എന്നാ പറയുന്നത്. അതൊക്കെ ഇവിടെ ആവശ്യമാണെന്നാ പറയുന്നത്. അതിനേക്കാളുപരി സി രവിചന്ദ്രൻ ഈ തിരുവനന്തപുരം ജില്ലയിലെ അറിയപ്പെട്ട ഒരു സ്ഥാപനത്തിലെ പ്രൊഫസറാ. അദ്ദേഹത്തിന്റെ ശിഷ്യൻ മനു പ്രസാദ്, ആലപ്പുഴക്കാരൻ, ലിബറലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ആ വ്യക്തി ലിറ്റ്മസ് 19 പ്രസംഗിക്കുകയാണ്. അമ്മ സമ്മതം തന്നാൽ അമ്മയിൽ കാമം തീർക്കാം, മകള് അനുവാദം തന്നാൽ മകളിൽ കാമം തീർക്കാം. 2019 വരെ എന്റെ ഒരു ഓർമ്മ വെച്ച് ഞാൻ പറയാൻ, ഒരുപാട് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്, കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 2019 സി രവിചന്ദ്രന്റെ നേതൃത്വത്തിലല്ലാതെ ഒരു ഹൈന്ദവനിൽ നിന്നും, ഒരു ക്രൈസ്തവനിൽ നിന്നും, ഒരു ഭൗതികവാദിയിൽ നിന്നും, ഒരു യുക്തിവാദിയിൽ നിന്നും നമ്മൾ കേട്ടിട്ടില്ല അമ്മയെ പ്രാപിക്കാം സമ്മതമുണ്ടെങ്കിൽ. ഇതാ 2019. എന്താ ലിബറലിസ്റ്റ് കുഴപ്പം? എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി കുഴപ്പം? ചോദിക്കുന്നവരോട് ഒന്നുമില്ല. അമ്മ ഒറ്റക്കുള്ള വീട്ടിൽ മകനെ കിടത്താൻ പറ്റാത്ത ഒരു ലോകം അത് നിർമ്മിക്കണമെന്നാണ് യുക്തിവാദികൾ വിചാരിക്കുന്നത്. അനുവദിക്കണോ? അമ്മയെ കൊല്ലുക മാത്രമല്ല, അമ്മയെ പ്രാപിക്കുന്ന ഈഡിപ്പസ് കൊളംബസ് ആവർത്തിക്കണമെന്നാണോ പറയുന്നത്? അതാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ക്ലിപ്പ് ഒന്നുകൂടെ കേൾക്കാം. 6ാമത്തേത് നിങ്ങളൊന്ന് കേട്ടോളൂ. സ്വവർഗ പ്രണയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലോകം എല്ലാവർക്കും വേണ്ടതല്ലേ? അതിപ്പോ വലിയവർക്കാണ് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ കുട്ടികൾക്ക് ന്യൂ ജനറേഷൻ അത് അണ്ടർസ്റ്റാൻഡ് വരുന്നുണ്ട്. അവരുടെ ഇഷ്ടമാണ്, അവരുടെ അഭിപ്രായമാണ്. ഓർക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഇഷ്ടം പോലെ ജീവിക്കട്ടെ.
അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരങ്ങനെ ജീവിച്ചോട്ടെ. വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്, രോഗമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ സപ്പോർട്ട് ചെയ്യണം, അല്ലാണ്ട് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ്. ഇതൊക്കെ നമ്മുടെ മക്കളാണ് എന്ന് ഓർക്കണം. നാം താരാട്ടുപാടി വളർത്തിയ നമ്മുടെ കുട്ടികൾ ജീവിതത്തിൽ പറയുന്നതാണ്. ആണാണുമായും പെണ്ണുമായും സൊഡോമി, ലെസ്ബിയൻ. ലോകത്ത് മനുഷ്യന് കണ്ണ് തന്നത് എന്തിനാ? കാത് തന്നത് എന്തിനാ? കണ്ടു മനസ്സിലാക്കാനാ. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം 179 പറയുന്നുണ്ട്, ജിന്നു വർഗത്തിലും ഇൻസു വർഗത്തിലും പെട്ട ആളുകളെ കൊണ്ട് നരകം നിറക്കും. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഗ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽഅൻആമി ബൽ ഹും അദൽ എന്ന് പറയുന്നുണ്ട്. കണ്ണ് കാണാനാ. ഡെഡ് സീ, അൽ ബഹ്റുൽ മയ്യിത്ത്, ചാവുകടൽ ഇന്നും ദൃഷ്ടാന്തമായി നിൽക്കുക. എന്തിന്? ആണാണിനെ പ്രാപിച്ചതിന് ദൈവിക ശിക്ഷ വന്നത്. കുൽ സീറു ഫിൽ അർദ് ഫൻദുറു കൈഫ കാന ആകിബത്തുൽ ലദീന മിൻ ഖബൽ. മുമ്പ് കഴിഞ്ഞുപോയ സമൂഹം ശിക്ഷിക്കപ്പെട്ടു തോന്നിയാസം കൊണ്ട്. ലോകത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകണം, ലോകത്ത് നിലനിൽക്കണം മനുഷ്യ സമുദായം. നോക്കൂ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട്, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യ കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്. ശുദ്ധമായ പ്രകൃതി. അവനെ കേടുവരുത്തുന്നതിൽ ഒന്നാമത്തെ പങ്ക് ഉപ്പാക്കും ഉമ്മാക്കുമാണ് എന്ന് മുത്തു നബി 1400 വർഷങ്ങൾക്ക് മുമ്പ്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോടൊരു ചോദ്യം. സ്വന്തം മക്കളെ വീട്ടിൽ ജീവിച്ചിട്ടും കാണാത്തവരുണ്ട്. ബാപ്പ വരുമ്പോ മക്കൾ ഉറങ്ങാണ്. മക്കൾ ഉറങ്ങവേ പിതാവ് ജോലിക്ക് പോവുകയാണ്. 3 മാസം തുടർച്ചയായി ബാപ്പ വീട്ടിലുണ്ടായിട്ടും മക്കളുമായി സംസാരിക്കാൻ കഴിയാത്ത ബാപ്പ ബാപ്പയാണോ? ഉമ്മ ഉമ്മയാണോ? പി ഉഷ, കേരളത്തിൽ അറിയപ്പെട്ട എഴുത്തുകാരി, ചിന്തക, സാമൂഹിക പ്രവർത്തക, അവരെഴുതിയ ലേഖനം പ്രസിദ്ധമായിരുന്നു. ഒരു ഹൈസ്കൂളിലെ +2 ആ സ്കൂളിന്റെ അധികൃതർ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, പെൺകുട്ടികൾ 4 മണിക്ക് സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ പോണില്ല, 7 മണിയാവുമ്പോ പോണത്. അപ്പൊ പി ഉഷ കുട്ടികളുമായി സംസാരിച്ചു. അപ്പൊ മേഡത്തോട് അവര് പറയാണ്, കുട്ടികള് ഞങ്ങൾ പേടിച്ചിട്ടല്ല, പേടിച്ചിട്ടാ, വീട്ടിലാരുമില്ല. അമ്മ 7 മണിക്കാ ജോലി കഴിഞ്ഞ് വരിക, അച്ഛൻ വരുന്നതോ 9 മണിക്കാണ്. ഞങ്ങൾ 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 4:30, 4:15 ആവുമ്പോ വീട്ടിലെത്തും. ചില ആൺകുട്ടികള് ഞങ്ങൾ ഒറ്റക്കാന്ന് പറഞ്ഞ് സ്നേഹം പ്രകടിപ്പിക്കുന്നു, ചോക്ലേറ്റ് തരുന്നു, വീട്ടിന്റെ കൊലായിൽ കയറുന്നു, പിന്നെ ബെഡ്റൂമിലെത്തുന്നു. വീട്ടിൽ സുരക്ഷിതത്വമില്ല. പെണ്ണുങ്ങൾക്ക് ജോലി വേണ്ട എന്നല്ല പറഞ്ഞതിനർത്ഥം. ഉമ്മ നോക്കൂ, ലോകത്ത് റഷ്യയിലെ ഏറ്റവും അറിയപ്പെട്ട ഗോർബച്ചേവ് അദ്ദേഹം എഴുതിയ ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, സ്ത്രീകളെ ഇനി നിങ്ങൾ ജോലിക്ക് പോകണ്ട. ഒരു വലിയ സമൂഹത്തെ നഷ്ടമായി. നിങ്ങൾ ജോലിക്ക് പോയപ്പോൾ നിങ്ങളുടെ മടിത്തട്ടിൽ വളരേണ്ട ബാല്യം, നിങ്ങളുടെ മടിത്തട്ടിൽ വളരേണ്ട യൗവനം, നിങ്ങൾ പകർന്നു കൊടുക്കേണ്ട സംസ്കാരം, നിങ്ങൾക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന സ്തന്യം, നിങ്ങൾക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന കരുണ, അത് നിങ്ങളെ ഏൽപ്പിച്ച ആളുകളിൽ ശമ്പളം വാങ്ങുന്നവരിൽ ഉണ്ടാവില്ല. വളരെ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ള കാര്യം 2-3 ഖുർആനിക വചനം അത് പറഞ്ഞുകൊണ്ട് ഞാൻ മൊയിൻഡപ്പ് ചെയ്യാണ്. ഒന്ന്, അദ്ദേഹം 14-ാം അധ്യായം 40-ാമത്തെ വചനം, ഒരു മകനെ കിട്ടുന്നതിന് വേണ്ടി 30-ാം അധ്യായം 100-ാമത്തെ വചനത്തിൽ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സാലിഹായ മക്കളെ തരണം. അങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. കുഞ്ഞുനാളിലെ അവർക്ക് സംസ്കാരം നൽകണം. അബൂ ദുജാന സുബൈ നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലോട്ട് പോകും. പിന്നീട് ആളുകൾ പിടിച്ചു വെച്ചു, എന്താ ദിക്റില്ലാതെ ദുആ ഇല്ലാതെ അങ്ങ് പോകുന്നത് എന്താ? അദ്ദേഹം പറഞ്ഞു, എന്റെ അയൽപ്പക്കത്തൊരു ഈത്തപ്പനയുണ്ട്, അതിൽ പഴം നിറയെ ഉണ്ട്, അത് എന്റെ മുറ്റത്തെ വീഴുക, എന്റെ കുഞ്ഞുമക്കൾ തിന്നും, അത് ഹറാമാ, ഞാൻ അനുവദിക്കില്ല. ഹലാല് തിന്നാൻ പഠിപ്പിക്കപ്പെട്ട ജനതയാ ഞങ്ങൾ. ഈ ജാഗ്രത ഉപ്പമാർക്കുണ്ടോ? ഉണ്ടോ? നിങ്ങൾ നോക്കൂ, അബൂ ഹുറൈറ അദ്ദേഹത്തിന്റെ മകൾ അദ്ദേഹത്തോട് പരാതി പറഞ്ഞു, എനിക്ക് ഗോൾഡ് ഇല്ല, സ്വർണ്ണില്ല, എന്നെ ആളുകൾ കളിയാക്കുന്നു മറ്റുള്ളവർ, അവരുടെ കുട്ടികൾക്കൊക്കെ ഇതുണ്ട്. അബൂ ഹുറൈറ പറഞ്ഞു, മോളെ, അവർക്കില്ലാത്ത സ്വർണം നിനക്കുണ്ട്, നിനക്ക് മാത്രം അണയാൻ സെപ്പറേറ്റ് സ്വർണമുണ്ട്, സ്വർഗത്തിലാ അത്. അപ്പൊ ആ മകള് ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ? നിന്നെ ഞാൻ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിക്കുന്നുണ്ട്, നിന്റെ ഉമ്മാനെ ഞാൻ വിളിക്കുന്നുണ്ട്, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. അനാ ഇല്ലൈലി സാജിദൻ വഖായിമാ, അതാ ബാപ്പാർക്ക് കൊടുക്കാനുള്ള സമ്മാനം. ഉമർ ബിൻ അബ്ദുൽ അസീസ് മകന്റെ കയ്യിൽ പൊതുമുതലിൽ നിന്ന് ഒരാപ്പിള് കണ്ടു. ആപ്പിള് കണ്ടപ്പോ അദ്ദേഹം പിടിച്ചു വാങ്ങി. മകൻ വാവിട്ട് കരഞ്ഞു. അദ്ദേഹം ഡ്യൂട്ടിയിലേക്ക് പോയി. വൈകുന്നേരം വന്നപ്പോ ഇതേ ആപ്പിള് തന്നെ, അഥവാ ഇതുപോലെയുള്ള ഒരു ആപ്പിൾ കുട്ടിയുടെ കൈ കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് കോപം വന്നു. ഭാര്യ പറഞ്ഞു, കോപിക്കണ്ട. അവൻ കരഞ്ഞപ്പോ നിങ്ങൾ എനിക്ക് ചെലവിൽ നിന്ന് തന്ന ധനത്തിൽ നിന്ന്
ഓരോഹരി. ഞാൻ അവരൊരു ആപ്പിൾ വാങ്ങിക്കൊടുത്തു. ആ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുന്നുണ്ട്, ഭാര്യനോട് നിനക്കറിയോ എന്റെ മകന്റെ കയ്യിൽ നിന്ന് ആപ്പിൾ പിടിച്ചു പറിച്ചപ്പോ എനിക്ക് കരള് പറിക്കുന്ന വേദന ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ മകൻ ഹറാമ തിന്നരുത്, ഈ ജാഗ്രത. എന്റെ മകളെ ഹറാമ തിന്നരുത്. ഇബ്രാഹിം നബി പരിശുദ്ധ കാബത്തിനടുത്ത് കൊണ്ടാക്കുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്. ഗദ്ഗതകണ്ഠനായി കണ്ണീരൊലിപ്പിച്ച് റബ്ബിന്റെ മുമ്പിൽ പറയുന്നത് ഒരു കാര്യം, ഞാൻ ഇവനെ ഇന്ദ ബൈത്തിക്കൽ മുഹറം, പടച്ചോനെ ജനവാസമില്ലാത്ത ജനസ്രോതസ്സില്ലാത്ത ഒരു പെട്ടിക്കടയില്ലാത്ത ലോകത്ത് എന്റെ മോനാക്കിയത് അവനെ നന്നാക്കുന്ന മസ്ജിദ് ഇവിടെയുണ്ട്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ 29ന്റെ 45ാമത്തെ വാചകമാണ്. നിസ്കാരം പഠിപ്പിക്കാൻ, കൈപിടിക്കാൻ. പടച്ചവനെ എന്നെയും എന്റെ മക്കളെയും നമസ്കാരക്കാരാക്കണേ എന്നും നമസ്കരിച്ച് പഠിപ്പിച്ച ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ കുടുംബത്തോട് നിസ്കാരം കൽപ്പിച്ചു. ബാപ്പ വന്ന വഴിയിൽ നടന്നു നീങ്ങി ലുക്മാനുൽ ഹക്കീം, മോനെ ശിർക്ക് ചെയ്യരുതേ, ഇന്ന ശിർക ലദുൽ അദീം, മോനെ മയക്കുമരുന്ന് കാണാത്തതാണെങ്കിലും സിന്തറ്റിക് ലഹരിയാണെങ്കിലും പഞ്ചസാര തരിയാണെങ്കിലും അല്ല പുറത്തു കൊണ്ടുവരും മോനെ. യാ ബുനയ്യ ഇന്നഹാ ഇൻ തക മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മകനെ അത് ബോധവൽക്കരിച്ചത്. യാ ബുനയ്യ, എന്റെ മോനെ, അഖിമിസ് സ്വലാ വഅ്മുർ ബിൽ മഅറൂഫ് വഅൻഹാ അനിൽ മുൻകർ, നിസ്കാരം നിലനിർത്തണേ, ക്യാമ്പസിൽ വിപ്ലവകാരിയാകണേ, അധർമ്മത്തിന് കൂട്ടുനിൽക്കരുതേ, കഞ്ചാവ് കൊടുക്കുന്നവൻ നീ ആകരുതേ, നമസ്കാരം ഖളാക്കുന്നവൻ നീ ആകരുതേ, പ്രേമത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് നീ ആകരുതേ. കാരണം മോനെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ സൂറത്ത് ലൈലിലെ 14 നരകത്തെ കൊണ്ട് താക്കീത് ചെയ്യാൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. 66-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. നമുക്ക് അല്ലാഹു തന്ന സമ്മാനമാണ് നമ്മുടെ മക്കൾ. അവർ നമ്മുടെ കണ്ണിന് ആനന്ദമാണ്. അവർ നന്നാകാൻ വേണ്ടി നോക്കൂ, സ്കൂളിൽ നമ്മൾ ട്യൂഷൻ കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു ബാപ്പ, ഏതെങ്കിലും ഒരു ഉമ്മ മദ്രസയിലെ സബ്ജക്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടി കുട്ടിക്ക് ട്യൂഷൻ കൊടുത്ത ചരിത്രമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഈ പ്രോപ്കോണിലെ ചോദ്യമാണ്. സ്വന്തം മക്കൾക്ക് മതവിദ്യാഭ്യാസം ട്യൂഷൻ കൊടുത്ത് പഠിപ്പിച്ച് അതിന് പ്രാധാന്യം കൊടുത്ത് അങ്ങനെ വളർച്ചയിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു വഴിതെറ്റുമായിരുന്നില്ല. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മുതിർന്നവരും യൂത്തും വിദ്യാർത്ഥികളും അവരെല്ലാം ഈ കഞ്ചാവിനെതിരെ, മയക്കുമരുന്നിനെതിരെ, കൊള്ളരുതായ്മക്കെതിരെ, പുകവലിക്കുന്നതിനെതിരെ, മാതാപിതാക്കളെ നിന്ദിക്കുന്നതിനെതിരെ പോരാടുകയാണ്. ആ പോരാട്ടത്തിന്റെ മഹാസംഗമം പെരിന്തൽമണ്ണയിൽ മെയ് 11-ാം തീയതി വിദ്യാർത്ഥികളുടെ സ്റ്റേറ്റ് സമ്മേളനം നടക്കുന്നു. വിളിക്കുന്ന നിങ്ങളെ ഞങ്ങൾ, ഹൈന്ദവരെ, ക്രൈസ്തവരെ, മതമുള്ളവരെ, ഇല്ലാത്തവരെ, ഈ ലോകത്ത് ജീവിക്കുമ്പോഴും അന്തസ്സായ ഒരു ജീവിതം, അഭിമാനിക്കാൻ മക്കൾ, ആദരിക്കാൻ മക്കൾ, സംസ്കാരമുള്ള വീട്, അല്ലാതെ തോന്നിവാസത്തിൽ മുഴുകി ഏഡിസ് വിളിച്ചു വരുത്തി ആർക്കും വേണ്ടാത്തവരായി ഈ അമ്പാറ്റകളെ പോലെ ചത്തൊടുങ്ങരുതേ എന്ന് ഉറക്കെ അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.